കോഴിക്കോട് ജില്ലയിലെ 13 ഇടങ്ങളിലാണ് പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടക്കുന്നത്. കോഴിക്കോട് ജില്ല 3 പാർലമെന്റ് മണ്ഡലങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. വടകര, കോഴിക്കോട് ഒപ്പം വയനാട് മണ്ഡലത്തിലെയും പോളിംഗ് സ്റ്റേഷനുകൾ ഉൾപ്പെടുന്ന ഇടമാണ്. അതുകൊണ്ട് തന്നെ 13 ഇടങ്ങളിലായാണ് പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചിരിക്കുന്നത്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ, മറ്റ് അതോടൊപ്പമുള്ള അനുബന്ധ യൂണിറ്റുകൾ മുതൽ മഷിയും മറ്റ് ഫയലുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമൊക്കെ ഈ കിറ്റിൽ നൽകിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കുള്ള ഉദ്യോഗസ്ഥർ രാവിലെ തന്നെ ഈ സ്ഥലത്ത് എത്തിയിരിക്കുന്നു. അവർ ഈ സാമഗ്രികൾ ഏറ്റുവാങ്ങി പ്രത്യേകം ക്രമീകരിച്ചിരിക്കുന്ന വാഹനത്തിൽ പുറത്തേക്ക് പോളിംഗ് ബൂത്തുകളിലേക്ക് കൊണ്ടുപോകുന്ന രീതിയാണ്. ഈ കോഴിക്കോട് ജില്ലയിൽ പട്ടണ പ്രദേശങ്ങൾക്കൊപ്പം വിദൂര ഗ്രാമങ്ങൾ, മലയോര മേഖലകൾ എന്നിവ ഉൾപ്പെടുന്ന ഇടങ്ങളുണ്ട്. അതുകൊണ്ട് രാവിലെ തന്നെ സാമഗ്രികൾ ഏറ്റുവാങ്ങി ഉച്ചയ്ക്ക് മുമ്പായി അല്ലെങ്കിൽ വൈകുന്നേരത്തോടുകൂടി ഈ ഓരോ പോളിംഗ് സ്റ്റേഷനിലും എത്തിക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യമിടുന്നത്. ജില്ലയിൽ ആകെ ക്രമീകരിച്ചിരിക്കുന്ന പോളിംഗ് സ്റ്റേഷനുകളുടെ എണ്ണവും ആനുപാതികമായി തന്നെയാണ് ഇത് കൊണ്ടുപോകുന്നത്. വടകര മണ്ഡലത്തിൽ മാത്രം 6,81,615 പുരുഷന്മാരും 7,40,246 സ്ത്രീകളും 22 ട്രാൻസ്ജെൻഡർമാരും ഉൾപ്പെടെ 14,21,883 വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തുന്നു. കോഴിക്കോട് മണ്ഡലത്തിൽ ഏതാണ്ട് 28,51,514 14,29,631 പേരും അടക്കം ആകെ 28,51,514 പേരാണ് കോഴിക്കോട് ജില്ലയിൽ മാത്രം സമ്മതിദാനം അവകാശം രേഖപ്പെടുത്തുക. ഇതിൽ CRPC അനുസരിച്ച് ഈ ക്രമസമാധാന പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള നിരോധനാജ്ഞ ജില്ലയിൽ ഇതിനകം തന്നെ പുറപ്പെടുവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ജില്ലയിലെ 141 പ്രശ്നബാധിത ബൂത്തുകളാണുള്ളത്. ഇതിൽ 21 എണ്ണം കോഴിക്കോട് 21 എണ്ണവും വടകരയിൽ 120 പ്രശ്നബാധിത ബൂത്തുകളുമാണ്. മാവോയിസ്റ്റ് ഭീഷണിയുള്ള വടകര മണ്ഡലത്തിലെ 43 ബൂത്തുകളിൽ പ്രത്യേക സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കുന്നതിനായി സംസ്ഥാന പോലീസ് സേനയ്ക്ക് പുറമെ 8 കമ്പനി CIPF അടക്കമുള്ള സേനയെ ഇതിനകം വിന്യസിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആൾമാറാട്ടവും കള്ളവോട്ടും അടക്കമുള്ള കാര്യങ്ങൾ തടയുന്നതിനുള്ള നടപടിക്രമങ്ങൾ, അതിനായി വെബ്കാസ്റ്റിംഗ് അടക്കമുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയതായും ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നു. നേരത്തെ ജില്ലയിലെ ചില മേഖലകളിൽ, വടകര അടക്കമുള്ള ഇടങ്ങളിൽ കള്ളവോട്ടിനുള്ള സാധ്യതകളുണ്ട്, അല്ലെങ്കിൽ ഇരട്ട വോട്ട് ഉണ്ട് എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ASD മോണിറ്ററിംഗ് ആപ്പ് ഉപയോഗിച്ച് ഇരട്ട വോട്ടുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ പ്രത്യേക ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും മുഴുവൻ ക്രമീകരണങ്ങളും ഇതിനകം തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു എന്ന് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നു. സുഗമമായ തെരഞ്ഞെടുപ്പിനായി പ്രത്യേകിച്ചും ശക്തമായ വാശിയേറിയ പോരാട്ടം നടന്ന മണ്ഡലങ്ങളാണ് കോഴിക്കോട് ജില്ലയുടെ വിവിധയിടങ്ങളിലുള്ളത്. പ്രത്യേകിച്ചും വടകര പോലുള്ള ഇടങ്ങളിൽ വലിയ വാശിയേറിയ പ്രചാരണ ഉണ്ടായിരുന്നു. കുട്ടിക്കലാശത്തിലടക്കം വലിയ ആവേശം പ്രകടമായിരുന്നു. അതുകൊണ്ട് പോളിംഗ് ദിനത്തിൽ സമാധാനപരമായി പോളിംഗ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. പോളിംഗ് സാമഗ്രികളുടെ വിതരണം ക്രിസ്ത്യൻ കോളേജ് അടക്കമുള്ള ഇടങ്ങളിൽ അതാണ് വളരെ സുതാര്യമായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. പോളിംഗ് സാമഗ്രികളുടെ വിതരണം തുടരുകയാണ്. MS അനീഷ് കുമാർ റിപ്പോർട്ടാണ് കണ്ടത്.